Hi, welcome to the section tangent lines to graphs of polar equation. നമ്മൾ ഇതുവരെ graphs of polar equations ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊട്ട് graphs of polar equation tangent lines എന്താണെന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. Okay, suppose that x is equal to r cos theta, y equal to r sin theta. We have the function r equal to f of theta. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്തായി മാറും? x is equal to f of theta cos theta, പിന്നെ y equal to എന്തായി മാറും? f of theta sin theta ആയി മാറും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ dy by dx എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dy by dx is equal to ആക്ച്വലി ഇത് dy by d theta ഡിവൈഡഡ് ബൈ dx by d theta ആണ്. dy by d theta എങ്ങനെ വരും? ഇതിൻ്റെ dy by d theta, that is dr by d theta into sin theta plus r into cos theta. അതാണ് അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ. ഇതിലാണെങ്കിൽ എക്സിന് വിത്ത് റെസ്പെക്ട് ടു തീറ്റ ചെയ്യുന്നുണ്ടെങ്കിൽ ഡി ആർ ബൈ ഡി തീറ്റ ഇൻറ്റു കോസ് തീറ്റേൻ്റെ അതേപോലെ തന്നെ കോസ് തീറ്റ പ്ലസ് അല്ല, അവിടെ മൈനസ് ആണ് വരിക. കോസ് തീറ്റേൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റയാണ്. സോ മൈനസ് ആർ സൈൻ തീറ്റ. ഇതാണ് വേർ dx by d theta എന്താവാൻ പാടില്ല? not equal to 0. So this is called the slope of tangent line, slope of the tangent line to the curve ഏതാ? r equal to f of theta at any point P r theta. Okay, so this is the formula in order to find out dy by dx. Next, evaluate ചെയ്യാനുള്ളത് what you mean by horizontal tangent and vertical tangent. Horizontal tangents പിന്നെ ഉള്ളത് vertical tangents. Horizontal tangents കഴിഞ്ഞ് കഴിഞ്ഞാൽ vertical tangents. Horizontal tangents കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the horizontal tangents lies at the points where എവിടെയായിരിക്കും? horizontal ആണെങ്കിൽ where dy by dx എന്താവണം? 0 ആവണം. ആൻഡ് dx by d theta എന്താവാൻ പാടില്ല? 0 ആവരുത്. ഇനി വെർട്ടിക്കൽ ടാൻജൻസ് എന്തായിരിക്കും? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് അറ്റ് ദ പോയിന്റ്സ് വേർ എവിടെയായിരിക്കും? അറ്റ് ദ പോയിന്റ്സ് വേർ ഡി എക്സ് ബൈ ഡി തീറ്റ, സോറി ഇത് ഡി തീറ്റ ആണ് കേട്ടോ, ഡി എക്സ് ബൈ ഡി തീറ്റ ഈക്വൽ ടു 0 ആൻഡ് ഡി വൈ ബൈ ഡി തീറ്റ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. സോ ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ഫോർമുല കിട്ടി. ഇതേപോലെ ഹൊറിസോണ്ടൽ ടാൻജൻറ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, വെർട്ടിക്കൽ ടാൻജൻറ്റും ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. അതിൽ ഫസ്റ്റ് പ്രോബ്ലം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിഡർ ദ കർവ് ആർ ഈക്വൽ ടു 1 പ്ലസ് കോസ് തീറ്റയാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്. ഫൈൻഡ് സ്ലോപ്പ് ഓഫ് tangent line. ഓക്കെ, അപ്പോൾ ഇതിൽ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ലൈൻ കാണണമെങ്കിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ലൈൻ ആണ്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് പോയിന്റ്സ് അറ്റ് വിച്ച് vertical or horizontal tangent happens. Vertical or horizontal tangent line happens. Horizontal tangent line happens. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഹൗ ടു സോൾവ് ദിസ്? ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം? r equal to
1 plus cos theta ആണ്. r equal to 1 plus cos theta. അപ്പോൾ ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഇക്വേഷനിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. dr by d theta into sin theta plus the equation is given by dr by d theta into sin theta dy by dx is equal to dr by d theta sin theta plus r cos theta divided by dr by d theta into cos theta minus r sin theta. ഇതിൽ നമ്മൾ ഡയറക്റ്റ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ വിൽ ബി dr by d theta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈൻ തീറ്റ വരും. മൈനസ് സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ഇനി എന്ത് ചെയ്യും dr by d theta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ മൈനസ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ വിച്ച് ഇംപ്ലൈസ് എന്ത് വരും മൈനസ് സൈൻ സ്ക്വയർ തീറ്റ വന്നു പ്ലസ് കോസ് തീറ്റ വന്നു പിന്നെ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ വന്നു. ഇനി ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ വരിക മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ വന്നു മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്ത് കിട്ടും കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് തീറ്റ divided by minus 2 sin theta cos theta minus sin theta. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇനി എന്താ ചെയ്യുക നമ്മൾ ഇതിനെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുക. കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി ദാറ്റ് ഇസ് കോസ് 2 തീറ്റ. നെഗറ്റീവ് ഞാൻ ഔട്ട് സൈഡിൽ എടുക്കുവാണെങ്കിൽ താഴത്തെ മൈനസ് കോസ് 2 മൈനസ് ഓഫ് കോസ് 2 തീറ്റ പ്ലസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ അതിൽ നിന്ന് 2 സൈൻ തീറ്റ കോസ് തീറ്റ നെഗറ്റീവ് ഔട്ട് സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് ഓഫ് ഇത് പ്ലസ് ആയി മാറില്ലേ. ഓക്കെ അപ്പോൾ ഇത് ഈ നെഗറ്റീവാണ് ഇവിടെ ഉള്ളത്. സൈൻ 2 തീറ്റ പ്ലസ് സൈൻ തീറ്റ. ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ dy by dx വരുന്നത്. ഇനി നമ്മൾക്ക് എന്ത് ഇവാലുവേറ്റ് ചെയ്യണം നമ്മൾക്ക് ഹൊറിസോണ്ടൽ ടാൻജൻറ്റ് ഇവാലുവേറ്റ് ചെയ്യണം. ഹൊറിസോണ്ടൽ ടാൻജൻറ്റ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുക ഹൊറിസോണ്ടൽ ടാൻജൻറ്റ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും ഫസ്റ്റ് dy by d തീറ്റ 0 ആണെന്ന് അസ്യൂം ചെയ്യും. dy by d തീറ്റ 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് കോസ് 2 തീറ്റ പ്ലസ് കോസ് തീറ്റ ഈക്വൽ ടു 0. ഇനി കോസ് 2 തീറ്റയ്ക്ക് എന്ത് പറയാൻ പറ്റും 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 പ്ലസ് കോസ് തീറ്റ ഈക്വൽ ടു 0. ഇപ്പോൾ 2 കോസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് തീറ്റ മൈനസ് 1 ഈക്വൽ ടു 0 ആണത്. അപ്പോൾ 2 കോസ് തീറ്റ മൈനസ് 1 ഇൻറ്റു എന്തുകൂടി കിട്ടും കോസ് തീറ്റ പ്ലസ് 1 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ 2 കോസ് സ്ക്വയർ തീറ്റ പിന്നെ 2 കോസ് തീറ്റ ഇവിടെ കിട്ടും. അവിടെ നിന്ന് ഒരു കോസ് തീറ്റ മൈനസ് ചെയ്ത് പോകും മൈനസ് 1 ഈക്വൽ ടു 0. അപ്പോൾ എന്തൊക്കെ കിട്ടും കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എന്തൊക്കെ വരിക പ്ലസ് 1/2 വരും. ഇനി ഇവിടുന്ന് കോസ് തീറ്റ ഈക്വൽ ടു മൈനസ് 1 വരും. അപ്പോൾ തീറ്റയുടെ പോയിന്റ്സ് എന്തൊക്കെയായിരിക്കും അതാണ് നമ്മൾക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. സോ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ 1/2 ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു എന്ത് വരും ദാറ്റ് ഇസ്
1/2 ആണെങ്കിൽ π/3 വരും. പിന്നെ 5π/3 അത് വരും, 5π/3 വരും. പിന്നെ വേറെ ഏതെങ്കിലും ചാൻസിൽ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു, സോറി ഇവിടെ -1 ആണ് കേട്ടോ, കോസ് തീറ്റ ഈക്വൽ ടു -1 ആണ്. അപ്പോൾ അത് ഹാപ്പൻ ചെയ്യുന്നത് പൈയിലാണ്. സോ ഇത്രയാണ് നമ്മുടെ ക്വാഡ്രന്റിൽ നമ്മൾക്ക് കിട്ടുക. ഓക്കെ, ഇനി ചെയ്യാനുള്ളത് നെക്സ്റ്റ് വെർട്ടിക്കൽ ടാൻജൻ്റ് ആണ്. ഇതേപോലെ തന്നെ വെർട്ടിക്കൽ ടാൻജൻ്റ് ഇവാലുവേറ്റ് ചെയ്യാം. വെർട്ടിക്കൽ ടാൻജൻ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെർട്ടിക്കൽ ടാൻജൻ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് dx/d(θ) എന്താണെന്ന് നോക്കുക, 0 ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? sin 2θ പ്ലസ് sin θ ഈക്വൽ ടു 0 കിട്ടി. അപ്പോൾ sin θ 2 sin θ cos θ ആണല്ലോ, അത് cos θ പ്ലസ് sin θ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ sin θ ഔട്ട് സൈഡിലെടുത്തു. അപ്പോൾ 2 cos θ പ്ലസ് 1 ഈക്വൽ ടു 0 കിട്ടി. അപ്പോൾ എന്തൊക്കെ വരും? ഒന്നുകിൽ sin θ ഈക്വൽ ടു 0 ആവുന്ന പോയിന്റ്സ്, അല്ലെങ്കിൽ cos θ ഈക്വൽ ടു -1/2 ആവുന്ന പോയിന്റ്സ്. അപ്പോൾ sin θ 0 ആവുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ് വരിക? θ ഈക്വൽ ടു 0 വരും, പൈയിൽ വരും അല്ലേ. ഇനി cos θ -1/2 വരുന്നത് ഏതൊക്കെ പോയിന്റ്സാ? 2π/3 വരും, 4π/3 വരും. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സിലാണ് നമ്മൾ വെർട്ടിക്കൽ ടാൻജന്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഹൊറിസോണ്ടൽ പൈയിൽ നമ്മൾക്ക് കുറച്ചും കൂടി ഇവാലുവേറ്റ് ചെയ്യണം. പൈയുടെ കേസിൽ ബാക്കിയുള്ള പോയിന്റ്സിലെല്ലാം നമ്മൾക്ക് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ ടാൻജന്റ് എപ്പോഴാണ് വരിക? dy/dθ 0യും dx/dθ നോട്ട് ഈക്വൽ ടു 0 ആവുന്ന പോയിന്റ്സും. അപ്പോൾ നമ്മൾക്ക് ഏത് ചൂസ് ചെയ്യാൻ പറ്റും? നമ്മൾക്ക് π/3 എന്നുള്ളത് ഹൊറിസോണ്ടൽ ടാൻജന്റ് ആണ്. എന്തുകൊണ്ടാണ്? അതിൽ dx/dθ 0 അല്ല. അതേപോലെ 5π/3 എന്ത് തന്നെയാണ്? 5π/3ലും നമ്മുടെ dx/dθ 0 അല്ല, dy/dθ മാത്രമേ 0 ഉള്ളൂ. അപ്പോൾ ബൈ ഡെഫിനിഷൻ ഇതും എന്ത് തന്നെയാണ്? ഹൊറിസോണ്ടൽ ടാൻജന്റിൽ തന്നെയാണ് പെടുക. ഇനി നമ്മൾക്ക് ആകെയുള്ള കൺഫ്യൂഷൻ ഈ പൈയിലാണ്. കാരണം ഇവിടെ നോക്കുവാണെങ്കിൽ ഈ 0യിലും 2π/3ലും 4π/3ലും ഒക്കെ എന്ത് സംഭവിക്കും? ഇതൊക്കെ വെർട്ടിക്കൽ ടാൻജന്റ് ആണ്. അപ്പോൾ അതിൻ്റെ ആ കേസിലാണ് ഇവിടെയും നമ്മൾക്ക് പൈയിലാണ് ഇവിടെയും പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മൾക്ക് പൈയിൽ എന്താണെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യണം. പൈയിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് dy/dx, അതിൽ dy/dx at the point x is equal to pi. ഫസ്റ്റ് ആയിട്ടുള്ള 0/0 ആണ്. അപ്പോൾ എല്ലോപിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുക. ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഓഫ് cos 2θയുടെ ഡെറിവേറ്റീവ് -2 sin 2θ മൈനസ് sin θ, പിന്നെ ഇവിടെ വരിക ഡിവൈഡഡ് ബൈ 2 cos 2θ പ്ലസ് കോസ് തീറ്റയാണ്. അപ്പോൾ ഇനി തീറ്റ ഈക്വൽ ടു പൈ ഇവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരും? തീറ്റ ഈക്വൽ ടു പൈയിൽ ഇതൊക്കെ 0 വരും, ഇവിടെയൊക്കെ വാല്യൂസ് വരും. സോ 0/a കോൺസ്റ്റന്റ് വാല്യൂ വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു ആക്ച്വലി 0 വരും. സോ എക്സ് ഈക്വൽ ടു പൈയിൽ ആക്ച്വലി ഇതിന് ഒരു ഹൊറിസോണ്ടൽ ടാൻജന്റ് എക്സിസ്റ്റ് ചെയ്യും. ഹൊറിസോണ്ടൽ ടാൻജന്റ് എക്സിസ്റ്റ് ചെയ്യും. അതായത് ഇങ്ങനെയുള്ള ഒരു ഗ്രാഫാണ് അവിടെ വരുന്നത് അല്ലേ നമ്മുടെ. അപ്പോൾ ഇതിൽ എക്സ് ഈക്വൽ ടു പൈയിൽ എപ്പോഴും ഈ ഒരു ടാൻജന്റ് അവിടെ എക്സ് ഈക്വൽ ടു പൈ ഈ കേസിൽ ഇവിടെയാണ് നമ്മൾ വരിക. ഇത് 0 പൈ വരിക. ഇവിടെ 0 ആണ് കേട്ടോ. ഇവിടെ വെർട്ടിക്കൽ ടാൻജന്റ് വരും, ഇവിടെ നമ്മൾക്ക് ഹൊറിസോണ്ടൽ ടാൻജന്റ് എക്സിസ്റ്റ് ചെയ്യും, ഇവിടെ വെർട്ടിക്കൽ ടാൻജന്റ് എക്സിസ്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഇവിടെയുള്ള ടാൻജൻസിന്റെ പോയിന്റ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പഠിക്കുന്നത്. എക്സ് ഈക്വൽ ടു 0 പൈയിൽ എക്സ് ഈക്വൽ ടു പൈ എന്നുള്ള ഈ ലൈനും എന്താണ്? ദാറ്റ് ഇസ് എ ടാൻജന്റ് ആണ്. ഓക്കെ.